നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 19 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ബാംഗ്ലൂരിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. +2 വരെ നാട്ടിൽ പഠിച്ച കുട്ടി അതിനുശേഷം ഒരു വർഷം എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് അവൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് ആഗ്രഹിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടി ബാംഗ്ലൂരേക്ക് പോയത്. ബാംഗ്ലൂർ പോകുന്നത് വരെ സർവ്വസാധാരണമായ രീതിയിൽ എല്ലാവരോടും നന്നായി ഇടപെട്ട് നടന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ബാംഗ്ലൂരിൽ പോയ ശേഷം കുറേ വ്യത്യാസങ്ങൾ അവളുടെ സ്വഭാവത്തിലും മനോഭാവത്തിലുമൊക്കെ വരാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചൊന്നും വീട്ടുകാർ കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കോളേജിൽ ജോയിൻ ചെയ്തൊരു 6 മാസം കഴിഞ്ഞപ്പോൾ കോളേജ് അധികാരികൾ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് വീട്ടിൽ അറിയിച്ചു, എത്രയും പെട്ടെന്ന് വന്ന് ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. വീട്ടുകാർ ബാംഗ്ലൂരിൽ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കുട്ടിയെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല. കാരണം 6 മാസം മുൻപാണ് അവൾ അങ്ങോട്ടേക്ക് പോയത്. ഇനി 6 മാസം കഴിഞ്ഞൊരു സെമസ്റ്റർ കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞാണ് പോയത്. ഇതിനിടയ്ക്കുള്ള അവധി ദിവസങ്ങളിലൊന്നും അവൾ നാട്ടിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് ശരീരമൊക്കെ മെലിഞ്ഞ് ക്ഷീണിച്ച് അവശനിലയിലായി പോയിരുന്നു ആ കുട്ടി. എന്താണ് ആ കുട്ടിക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഹോസ്റ്റലിലുള്ള വാർഡനും മറ്റ് റൂംമേറ്റ്സും ഒക്കെ പറയുന്നു, ഇവളൊന്നും കഴിക്കുന്നില്ല, അവളുടെ വെയിറ്റ് കൂടി വരികയാണെന്ന് പറഞ്ഞ് മെലിയാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി കിടക്കും, ചിലപ്പോൾ കഠിനമായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, ചിലപ്പോൾ ഒരുപാട് ദൂരം നടക്കും. ഇതൊക്കെ ചെയ്ത് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. വെയിറ്റ് വല്ലാതെ കുറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ പോലും അവൾ പറയും, അല്ല, മുഖത്ത് കവിള് തുടുത്തിരിക്കുന്നു, അത് കാരണം മുഖം ഒരുമാതിരി ഉരുണ്ടിരിക്കുന്നു, കുറച്ച് വണ്ണം കൂടിയതുപോലെ തോന്നുന്നു, വയറ് തള്ളിയിരിക്കുന്നു, ഇത് കാണുമ്പോഴത്തേക്ക് എനിക്കൊരു കുടവയറുള്ളതുപോലെ മറ്റുള്ളവർക്ക് തോന്നുമല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാതാപിതാക്കൾ കുട്ടിയെ നാട്ടിലേക്ക് എത്തിച്ചു, പല ഡോക്ടർമാരെയും കാണിച്ചു. അവരോടെല്ലാം ഈ കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ശരീരം ഇപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് മെലിഞ്ഞിട്ടില്ല, ഇപ്പോഴും എനിക്കൊരു അമിത വണ്ണമുണ്ട്, ശരീരത്തിന് ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ തടിച്ചൊക്കെ ഇരിക്കുകയാണ്, അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ആ കുട്ടി. കുട്ടിയെ എൻ്റെ അടുത്ത് എത്തിച്ചതിന് ശേഷം ഞാൻ അവളോട് സംസാരിച്ചപ്പോഴാണ് ഈ ബാംഗ്ലൂർ എത്തിയ ശേഷം അവിടെയുള്ള ചില കൂട്ടുകാരുമായിട്ട് ഒക്കെ സംസാരിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ ട്രെൻഡുകളെക്കുറിച്ചും മറ്റുമൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, ശരീരം മെലിയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, മോഡലിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണം എന്നൊരു താല്പര്യം വന്നു. അപ്പോൾ മോഡലുകളായി പ്രവർത്തിക്കുന്ന പല പെൺകുട്ടികളും വളരെ മെലിഞ്ഞിരിക്കുന്ന, അവരുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ size 0 ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലുള്ള കുട്ടികളാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് ഈ കുട്ടി ഈ ചില ഡയറ്റിംഗ് പരിശീലനങ്ങളൊക്കെ ആരംഭിച്ചത്. അത് കൂടി ഇപ്പോൾ ഒന്നും കഴിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഈ കുട്ടി കരുതുന്നത് അവളുടെ ശരീരഭാരം ഇപ്പോഴും ആവശ്യമുള്ളതിലും കൂടുതലാണ്, അവൾക്ക് അമിത വണ്ണമുണ്ടെന്നുള്ളതാണ്. വെയിറ്റൊക്കെ വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും അവൾക്ക് അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ മുഖത്ത് ഇപ്പോഴും തടിപ്പുണ്ട്, വയറ്റിലിപ്പോഴും കുറച്ച് കൊഴുപ്പ് ഇരിപ്പുണ്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറിയാലല്ലേ എനിക്കൊരു നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തിയായി മാറാൻ പറ്റൂ, എങ്കിലല്ലേ എനിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി വരൂ, എങ്കിലല്ലേ എന്നെ കാണുമ്പോൾ ആളുകൾക്കൊരു ആകർഷകത്വം തോന്നൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മെലിയാൻ വേണ്ടി മണിക്കൂറുകളോളം പട്ടിണി കിടക്കുക, ചിലപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടക്കുക, കഴിക്കുന്നത് തന്നെ ഒട്ടും കലോറിഫിക് വാല്യൂ ഇല്ലാത്ത തരത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള ഡയറ്റ് പദാർത്ഥങ്ങളാണ്. അത് ഓൺലൈനായിട്ടൊക്കെ ഓർഡർ ചെയ്ത് അത് വരുത്തി കഴിക്കും. അതൊരു തരത്തിലുള്ള ശരീരത്തിലുള്ള വണ്ണവും വെക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെയാണ്. ഇനി അഥവാ ഒരു ദിവസം കുറച്ച് കഴിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജിമ്മിൽ പോയി 3 മണിക്കൂർ 4 മണിക്കൂർ തീവ്രമായ വർക്കൗട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കിലോമീറ്ററുകളോളം ഓടുക, ഈ ഒരു രീതിയാണ്. ഒട്ടും ശരീരഭാരം കൂടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ആ കുട്ടി പോകുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ പട്ടിണി കിടക്കുന്ന മൂലം ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. ലവണങ്ങളുടെ അളവ് കുറയുന്നു, വൈറ്റമിനുകളുടെ അളവ് കുറയുന്നു, തൊലിപ്പുറത്ത് പ്രശ്നങ്ങൾ വരുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, ഇടയ്ക്ക് കുഴഞ്ഞു വീഴുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് അനറക്സിയ നെർവോസ എന്നാണ് പറയുന്നത്. ഈ അനറക്സിയ നെർവോസ ഒരു ഭക്ഷണശീല വൈകല്യമാണ്, ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ്. അപ്പോൾ ശരീരഭാരം കൂടിക്കൂടി വരികയാണ് എന്ന് ഭയന്ന് അത് കുറയ്ക്കാൻ വേണ്ടി തീവ്രമായ പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥയാണ്. കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യ ദിവസങ്ങളിൽ ഡ്രിപ്പിൻ്റെ രൂപത്തിലും
ഒക്കെ ആവശ്യമായ ലവണങ്ങളും മറ്റും കൊടുക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തുവിൻ്റെ അളവിൽ വ്യത്യാസം കാണും. സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകൾ ചെന്നാലേ ഇവരുടെ ചിന്താഗതികളിലെ വൈകല്യങ്ങൾ മാറുകയുള്ളൂ. ആ ചിന്താഗതികളിലെ വൈകല്യങ്ങൾ മാറിയതോടെ അവൾ നോർമൽ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. തുടർന്ന് ബൗദ്ധിക പെരുമാറ്റ ചികിത്സ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൂടെ ആയതോടെ ആ ചിന്താവൈകല്യങ്ങൾ പൂർണ്ണമായി മാറി. ഏതാണ്ട് 3 മാസം കൊണ്ട് അവൾ പൂർണ്ണമായിട്ടും ആ രോഗമൊക്കെ ഭേദപ്പെട്ട് പൂർവ്വസ്ഥിതി പ്രാപിച്ചു. പണ്ട് ഉണ്ടായിരുന്ന ശാരീരിക ആരോഗ്യ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ആരോഗ്യകരമായ ഭക്ഷണക്രമത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവൾക്ക് കൊടുക്കുകയും അത് ശീലിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത് അവൾ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ പോയി കോളേജിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം.